ഒരു വാട്സപ്പ് മെസ്സേജ് പറ്റിക്കണതാണ് അമ്മ. അതാരും ദൃശ്യമായതുകൊണ്ടാണെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. നമ്മളിങ്ങനെ തിയേറ്ററിലിരുന്നിട്ട് കുട്ടിച്ചാത്തൻ ലാലേട്ടനത് പിള്ളേരുടെ കൂടെ അഭിനയിക്കുന്ന ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. അതെ അതെ, ലാലേട്ടൻ നല്ല എന്റർടൈൻമെന്റ്. ആ വലിയ കമ്മല്, കളർഫുൾ ഡ്രസ്സ്, ഇതുപോലത്തെ ഒക്കെ മേടിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. ഒരു ബാൻഡ് ദുൽഖറിന്റെ ഒക്കെ കൂടെയാണ് അഭിനയിക്കുന്നത്. ആദ്യമായിട്ട് ദുൽഖറിനെ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ്. അതിനുള്ള വിവരം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ദുൽഖർ സൽമാനാണ്. ദുൽഖർ, നിവിൻ, ഷെയ്ൻ, നസ്ലിൻ ആരുടെ കൂടെ അഭിനയിക്കണം? ഒരാളെ പറയാം. ഷെയ്നിന് കൊണ്ടിടേണ്ട ആവശ്യമുണ്ടോ അതിന്? എനിക്ക് അങ്ങനെ പറയാറില്ല സത്യമായിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ആളെ കാണാതെ പോയി. അതെ, ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. എങ്ങനെ തിരിച്ചു വരും, ആര് കൊണ്ട് വരും? ദൈവദൂതനെ പോലെ വീണ്ടും ജീത്തു ജോസഫ്. സത്യം. ആ സാധനം ഉണ്ടല്ലോ, അച്ഛനൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ നേരിട്ട് ഇങ്ങനെ ഞാനവിടെ ചെന്നവരാളുടെ ഇങ്ങനെ കയറി വരുന്നു. എന്താ പറയുക, ഞാനിങ്ങനെ ഡ്രീമൊക്കെ കാണുന്ന പോലെ. ഭയങ്കര ചൈൽഡിഷാണ്. നല്ല രസമാണ് കൂടെ വർക്ക് ചെയ്യാനായിട്ട്. ലാലിനെ എല്ലാ കാര്യത്തിനും പറ്റിയൊക്കെ അറിയാം. നമുക്ക് അതൊക്കെ ചോദിക്കും. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെ കളിയാക്കും. സൈനികത്തിനെ കുറിച്ചൊക്കെ കുഞ്ഞിലുള്ള ബോണ്ടല്ലേ, അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നു. നമ്മൾ ഒരുമിച്ച് വളർന്നവരാന്ന് തന്നെ പറയാം. ഡാൻസ് ഓർ ആക്ടിങ് ഓർ ഡോക്ടർ? അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ സ്ട്രെസ് ബസ്റ്റർ ഒക്കെയാണ് ഡാൻസ്. അപ്പൊ അതിലൊരു ഓപ്ഷൻ ഇല്ലല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ അതെ, ഇപ്പൊ ഞാൻ പറയും വേണമെങ്കിൽ ആക്ടിങ് എന്ന് പറയും. കാരണം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണ്. ചടി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രദ്ധ ഗോകുലാണ്. വെൽക്കം ടു റിപ്പോർട്ടർ ഫിലിംസ്. താങ്ക് യു സ്നേഹ. ശ്രദ്ധ ഇപ്പം ദൃശ്യം 3യുടെ ആഘോഷ നിറവിലാണ്. അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രദ്ധേനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയാണ് വന്നത്. പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയതാണ്. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര മെമ്മറബിൾ ആക്കി തന്ന കുട്ടിച്ചാത്തലിലെ വർഷയാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. സോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഞങ്ങളെ ചൈൽഡ്ഹുഡ് നിങ്ങൾ മെമ്മറബിൾ ആക്കി തന്നു. നിങ്ങളുടെ ഒരു മെമ്മറി എങ്ങനെയുണ്ടായിരുന്നു കുട്ടിച്ചാത്തലിലെ? കുട്ടിച്ചാത്തൻ സ്നേഹ പറഞ്ഞ പോലെ അന്നുള്ള എല്ലാ കുട്ടികളുടെയും ഒരു ഫേവറേറ്റ് മെമ്മറിയാണ് കുട്ടിച്ചാത്തൻ. സ്കൂള് കഴിഞ്ഞ് വന്നിരുന്ന് കാണാനുള്ള പരിപാടി. ഞങ്ങളുടെയും ഭയങ്കര മെമ്മറബിൾ ഡേയ്സ് ആണത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ടൊരു ഫാമിലി ആയിട്ടുണ്ടായിരുന്ന സെറ്റായിരുന്നു അത്. ആൻഡ് എല്ലാ വെക്കേഷനും എനിക്കൊന്ന് 2 വർഷവും 2 പാട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അതിന് വെക്കേഷന് എപ്പോഴും ഞങ്ങൾ ഒത്തുകൂടുന്ന പോലെ ആയിരുന്നു അത്. അടിയുണ്ടാക്കും, പിണങ്ങും, സ്നേഹിക്കും. ശരിക്കൊരു ഫാമിലി, സിബ്ലിങ്സിനെ പോലെ ആയിരുന്നു അത്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അതിപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ടെന്നുള്ള ക്യാരക്ടറിന്റെ പേര് വരെ എന്നെ മാറ്റി പറയുന്നത് വർഷാന്നുള്ള പേരിനേക്കാളും വായിലേക്ക് വരും വർഷ. എനിക്ക് ഇപ്പൊ അത് ഓർക്കുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എല്ലാ ഡെയിലി കാണുന്ന ഒരു ഇതായിരുന്നു, നമ്മുടെ ലൈഫിന്റെ ഭാഗമായിരുന്നു ചെറുപ്പത്തിൽ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇപ്പോഴും ഇങ്ങനെ വർഷ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കാണുമ്പോൾ വിചാരിക്കും ആ വലിയ കമ്മല്, കളർഫുൾ ഡ്രസ്സ്, ഷോർട്സ്. അപ്പോഴത്തെ നമ്മുടെ ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് ട്രെൻഡായി വരുന്ന ഡ്രസ്സൊക്കെയാണ് വർഷ തന്നിട്ടുണ്ട്. ആ കമ്മലൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാങ്ങിങ് ഉള്ള കമ്മലൊക്കെ. അപ്പൊ ഇതുപോലത്തെ ഒക്കെ മേടിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. എല്ലാരും പറയാറുണ്ട് അതിനെ പറ്റി. അപ്പൊ ഇതൊക്കെ സെലക്ട് ചെയ്തെന്ന് ആരായിരുന്നു? അതൊക്കെ അന്ന് എനിക്ക് അതിന്റെ ബോധമൊന്നുമില്ല. അന്ന് വീട്ടുകാര്, അതെ അമ്മയൊക്കെ തന്നെ ആരൊക്കെയോ അമ്മ അവരൊക്കെ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരും, നമ്മൾ ഇടും, അത്ര തന്നെ. അന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ബോധമൊന്നും ഇല്ലല്ലോ. എങ്ങനെയാ കുട്ടിച്ചാത്തലിലേക്ക് വന്നത്? കുട്ടിച്ചാത്തലിൽ ഞാൻ വന്നത് സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും, ഞാനും ഷെയ്നും നവനീത്തും, ഞങ്ങൾ 3 പേരും സൂപ്പർ ഡാൻസർ ജൂനിയറിലെ പാർട്ടിസിപ്പൻസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലിസ്റ്റായി. അത് കണ്ടിട്ടാണ് കുട്ടിച്ചാത്തലിലേക്ക് വിളി വരുന്നത്. ഞങ്ങൾ 3 പേരെയും അതിലേക്ക് സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡാൻസും ആക്ടിങ് ഒക്കെ താല്പര്യം ഉണ്ടെന്ന് എപ്പോഴാണ് അമ്മയ്ക്കും അച്ഛനൊക്കെ ഒന്ന് മനസ്സിലായത്? അത് എനിക്കറിയില്ല. ഒരു പക്ഷെ എൻ്റെ 3.5 വയസ്സാണ്. ഭയങ്കര ചെറുപ്പത്തിലേ ഇങ്ങനെ നമുക്ക് ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുണ്ട്, ടിവിയിലാണെങ്കിലും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരാളാണ്. ഇവരിതെങ്ങനെ മനസ്സിലാക്കി? ഏത് പ്രായത്തിൽ മനസ്സിലാക്കി? 3.5 വയസ്സിൽ എന്നെ കൊണ്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തു. പക്ഷെ അന്ന് പഠിക്കില്ല. ആ സമയം ഇങ്ങനെ ടീച്ചർ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ചിട്ട് അടിപ്പിക്കും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തോന്നിണ്ടാവും എന്തോ ഒരു കലാബോധം ഉണ്ടെന്നെങ്ങാനും, താളബോധമോ കലാബോധം ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഒരു കസിൻ തന്നെയാണ് ഇൻഫാക്ട് സൂപ്പർ ഡാൻസ് ജൂനിയറിലേക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ചുള്ള, നമുക്ക് മെസ്സേജ് അയക്കണമായിരുന്നു ആദ്യം പോകണമെങ്കിൽ. അപ്പോൾ അങ്ങനെ
അയച്ചിട്ടതൊക്കെ എൻ്റെ കസിനായിരുന്നു. അപ്പോൾ ഫാമിലിയാണ് ശരിക്കും, അവരുടെ സപ്പോർട്ടും ഇതൊക്കെ കൊണ്ട് അവർക്ക് എന്തോ തോന്നി കൊച്ചെന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കാണുന്നത് പട്ടം പോലെ സിനിമയിലേക്ക്. ഈ കുട്ടിച്ചാത്തൻ കണ്ടിട്ടാണോ പട്ടം പോലെയിലേക്ക് വിളിക്കുന്നത്? കുട്ടിച്ചാത്തനല്ല, ഞാൻ അമ്മക്കിളി എന്ന് പറഞ്ഞൊരു സീമാമയില്ലേ, പഴയ ആക്ട്രസ് സീമാമേന്റെ ഒരു ഇതിലുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടാണ് എന്നെ കരുണാകരൻ അങ്കിൾ പ്രൊഡ്യൂസർ പട്ടം പോലെയിൽ വിളിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ എന്താ പറയാ, അന്ന് ഞാൻ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ആക്ടിങ് വെറുതെ പോകുന്നു. ദുൽഖറിന്റെ ഒക്കെ കൂടെയാണ് അഭിനയിക്കുന്നത്. ആദ്യമായിട്ട് ദുൽഖറിനെ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ്. അതിനുള്ള വിവരം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ അത് അങ്ങനെയാണ് തോന്നുന്നു എനിക്ക്. പക്ഷെ അന്ന് ദുൽഖർ സൽമാന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ, DQന്റെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷെ അന്ന് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പക്ഷെ അന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എല്ലാവരും ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ അന്നത്തെ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു ടൈമായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടി മനസ്സിലാക്കാനുള്ള ബോധം. അന്ന് അത്ര ബോധം ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ കാണാൻ എനിക്ക് വലിയ ഹൈറ്റ് ഉള്ള, നല്ല ഹൈറ്റാണ്. അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാളു ചേച്ചിയായിരുന്നു, മാളവിക മോഹനനാണ് ഹീറോയിൻ ആയിരുന്നു. മാളു ചേച്ചി നല്ല രസമാണ്. മാളു ചേച്ചി കഴിഞ്ഞ് ഞാൻ ഈ നമ്മുടെ കണ്ണൂർ ഭാഷയൊക്കെ പഠിച്ച് നല്ല രസമായിരുന്നു അവിടെ. നല്ല സെറ്റായിരുന്നു. DQ ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നു. അതിനകത്ത് ക്യാരക്ടർ അങ്ങനെയാണ്, നോട്ടി ചാടി നടക്കുന്ന ഒരു ക്യാരക്ടർ. അത് കാണുമ്പോൾ ചിരി വരും. ഇവിടെയൊക്കെ മുടിയൊക്കെ ഇങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ആളെ കാണാതെ പോയി. മെഡിസിൻ. അതെ, ഒരു ലൈഫ്. എവിടെയായിരുന്നു മെഡിസിൻ പഠിച്ചത്? ഞാൻ പുറത്താണ്, ഇവിടെ അല്ല പഠിച്ചത്. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പാണ് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ചെയ്തത്. അപ്പോ ഡോക്ടർ ആകണം എന്നുള്ള ആഗ്രഹം സ്വന്തം ആയിട്ട്, അതും അച്ഛനും അമ്മയും എങ്ങാനും കണ്ടുപിടിച്ചതാണോ? ആരും ഒരാൾ തലക്കേറ്റിയതാണോ എന്ന് എനിക്ക് സംശയമാണ്. കുഞ്ഞിലെ എന്ത് ചോദിച്ചാലും ഞാൻ പറയുമായിരുന്നു ഡോക്ടർ, ആക്ടർ, ഡാൻസർ, ഈ മൂന്നും പറയും. അത് ഏതോ ഒരു റിയാലിറ്റി ഷോയിൽ ഏതോ ഒരു എനിക്കറിയാം, ഓർമ്മയില്ല. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ ഞാൻ പറയുന്നുണ്ട് ഡോക്ടർ, ആക്ടർ, ഡാൻസർ. അതേപോലെ സ്ലാം ബുക്കിൽ പണ്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ അതൊക്കെ 3 ആഗ്രഹവും ഉണ്ടായിരുന്നു. 3 ആഗ്രഹവും സാധിച്ചതായി എന്ത് തോന്നുന്നു ഇപ്പൊ? എനിക്ക് അങ്ങനെ ചിന്തിക്കുമ്പോ സന്തോഷമുണ്ട് ശരിക്കും. അന്ന് എഴുതിയ സാധനങ്ങൾ ഒരുവിധമായി വരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പിന്നെ മെഡിസിൻ പഠിക്കാൻ പോയി. അതിന്റെ ഫ്ലോയിലൂടെ നടക്കുമ്പോൾ ഞാൻ ഇത് മിസ് ചെയ്തിരുന്നു. ഇതിപ്പം ഡാൻസും അല്ലെങ്കിൽ ആക്ടിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കളർഫുൾ ഒരു വേൾഡ് ആണ്. പക്ഷെ പഠിത്തത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മെഡിസിൻ തീരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അങ്ങനെ ഒരു സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ മാറിയപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് തുടക്കത്തിൽ എനിക്കത് ഫീൽ ചെയ്തില്ലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിത് മിസ് ചെയ്യാൻ തുടങ്ങി. ആ ലൈഫ് മിസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചിരുന്നില്ല, കാരണം ഞാനത് അപ്പോഴൊന്നും സീരിയസ് ആയിട്ട് ആക്ടിങ്ങിനെ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കി തുടങ്ങി എനിക്കിത് ഇഷ്ടമാണെന്നുള്ള കാര്യം. മിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ യെസ് അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് മനസ്സിലൊരു ആഗ്രഹം വന്നു തുടങ്ങി, തിരിച്ചു വരണം, പഠിത്തം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വരണം. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു, എങ്ങനെ തിരിച്ചു വരും, ആര് കൊണ്ടുവരും എന്നുള്ള സാധനം. അതെ, ദൈവദൂതനെ പോലെ വീണ്ടും ജിത്തു ജോസഫ്. സത്യം. എങ്ങനെയായിരുന്നു വലതുവശത്ത്? അത് പഠിത്തം കഴിഞ്ഞതിന് ശേഷം അതെ, വലതുവശത്തെ കള്ളൻ ആക്ച്വലി എൻ്റെ അച്ഛൻ അറിയാം, എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം എനിക്ക് ഈ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടെന്ന്. അപ്പോൾ ബൈജു അങ്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നെയ്ബറിൻ്റെ മോൻ അലൻ AD ആയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന മൂവിയാണ് വലതുവശത്തെ കള്ളൻ. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു ഓഡിഷൻ, ഇപ്പൊ അറിയാം ഈ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുള്ളത്, എങ്ങനെയെങ്കിലും സിനിമയിൽ. അപ്പൊ ഇങ്ങനെ ഓഡിഷൻ ഉണ്ട്, അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഭാഗ്യവശാൽ കൊച്ചിയിലുണ്ടായിരുന്നു, അങ്ങനെ പോയി അറ്റൻഡ് ചെയ്തു ആൻഡ് ഗോട്ട് സെലക്റ്റഡ്. എന്തായിരുന്നു ചെയ്യാൻ തന്ന ഒരു സീൻ? എനിക്കൊരു ഒരു സ്ക്രിപ്റ്റിൽ 2 ക്യാരക്ടേഴ്സും ചെയ്യാനാണ് തന്നത്. ഒന്നൊരു ബോസ്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു ബോസ്. മറ്റതൊരു അവിടെ വർക്ക് ചെയ്യുന്നൊരു കുട്ടി, ഒരു പാവം കുട്ടി. അപ്പോൾ അങ്ങനെ ഒരു സാധനം, ബോസ് ഫ്ലേർട്ട് ചെയ്യും ഈ കുട്ടി, അത് ഞാൻ ചെയ്യണം. ഈ കുട്ടി ഒരു പാവം കുട്ടി, ലേറ്റ് ആയി വരുന്നത്. ആദ്യം ഈ കുട്ടീൻ്റെ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത തവണ ഇത് ആ ബോസിന്റെ പാട്ട് ഫുൾ ചെയ്യണം. അങ്ങനെയായിരുന്നു. ചെയ്യാൻ പക്ഷെ ചെയ്തു തോന്നുന്നു, എനിക്കറിയാം, അതുകൊണ്ടായിരിക്കും. ഇല്ല, സാറില്ല. സാറിന്റെ ഫുൾ ചീഫ് എഡി അർഫാസ് ഏട്ടൻ, ലത്തീഫ് ഏട്ടൻ, ഇവരുടെ ഫുൾ എഡിറ്റർ വിനായക്, അങ്ങനെ എല്ലാവരും ഫുൾ ടീം, അവരെ ADs ഫുൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ക്ലാപ്പ് അടിച്ചു. അവരുടെ കാരണമാണ് ഞാൻ പറയാം, അവര് സെലക്ട് ചെയ്തത് കൊണ്ടാണ് അല്ലേ, ഓക്കെ വെച്ചത് കൊണ്ടാണ് ഞാൻ വലതുവശത്തില് കള്ളൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ക്യാരക്ടർ
ആ സിനിമയ്ക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ആ സിനിമ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോ എന്ത് തോന്നി? ഒരു കംബാക്ക് ആണ്, പിന്നെ നല്ലൊരു ക്യാരക്ടർ കിട്ടി, ജീത്തു ജോസഫ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റി, എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഭയങ്കര ഹാപ്പി. എന്താ പറയാ, ഞാൻ ഒരിക്കലും ജിത്തു ജോസഫിന്റെ ഒരു പടത്തിൽ, അല്ല ജിത്തു സാറിന്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിന് ഒരു കുഞ്ഞു ക്യാരക്ടറായാലും അത് ചെയ്യുന്നത് വലിയ ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ ഭാഗ്യവശാൽ ആ ക്യാരക്ടർ എല്ലാവരെയും മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ സ്റ്റോറി തുടങ്ങുന്നത് ദീപ്തി എന്ന ക്യാരക്ടറിലൂടെയാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. എന്താ പറയുക, എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. സ്ക്രീനിൽ കുറെ കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ കാണുമ്പോഴേ ഭയങ്കര അവരും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ഇനി ആക്ടിങ് ചെയ്യണ്ട, കാരണം കുറെ എന്തായാലും മെഡിസിൻ പഠിച്ചിറങ്ങുമ്പോൾ കഷ്ടപ്പാട് അറിയാലോ, അപ്പം ഇനി വേണ്ട, ഇനി മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ഇതിന് തിരിച്ചു വന്നിട്ട് ഇതിലേക്ക് വരാനുള്ള സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു? മെഡിസിൻ പഠിച്ചിറങ്ങേണ്ട കഷ്ടപ്പാട് സത്യം കഷ്ടപ്പാടാണ്. പുറത്ത് പഠിച്ചുകൊണ്ട് ഇവിടെ ഒരു എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടാണ് ഇന്റേൺഷിപ്പിന് കയറുന്നത്. ഇത്രയും വലിയൊരു ജേർണി ഞാൻ ഫിനിഷ് ചെയ്തു എങ്ങനെയോ. പക്ഷെ ഇവര് അത്ര എന്നോട് അങ്ങനെ പോകണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം അറിയാം എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. അതിലേക്ക് എന്തൊക്കെ പോകണ്ട പറഞ്ഞാലും തിരിച്ചു വരുമെന്ന സാധനം അറിയാത്തതുകൊണ്ടായിരിക്കും പോകണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല, സോറി, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, ഇപ്പം ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ ജനറൽ ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ടായിരുന്നു? അവിടുന്ന് ഏതെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ആസ് എ ഡോക്ടർ എന്ന നിലയിൽ? ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ മെമ്മറബിൾ അല്ല, പക്ഷേ നമുക്ക് ഭയങ്കര ഇത് തോന്നും. കാരണം ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സിന്റെ ഓർഡേഴ്സാണ് ക്യാരി ഔട്ട് ചെയ്യണത്. പക്ഷെ നമ്മളെയാണ് ഇവരെന്നും കാണുക. ഇന്റേൺസിനെ ആണല്ലോ കൂടുതലും പേഷ്യൻസ് കാണുന്നത്. അതെ, ഇന്നത്തെ രാവിലെ പ്രീ റൗണ്ട്സ് എടുക്കാൻ പോകുന്നതൊക്കെ നമ്മളാണല്ലോ. അപ്പൊ ഇവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം, ഇവരെപ്പോഴും നമ്മളെ കാണുന്നത് കൊണ്ട് നമ്മളോട് അതെ, അപ്പം ഭയങ്കര ഒരു ഫാമിലിയെ പോലെയൊക്കെ അവര് കരുതും. അപ്പൊ എന്നെ പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ട് ഒരു മോളെ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും, പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോഴേ അവര് ശരിക്കും നമ്മളൊരു ഫാമിലി ആയിട്ട് അവര്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ ഇപ്പം എന്റെ അസുഖം മാറി പറഞ്ഞവരുണ്ട്. അതാണ് പറഞ്ഞത്, ശരിക്കും സീനിയേഴ്സിന് കിട്ടേണ്ട നമുക്ക് കിട്ടും. കാരണം നമ്മള് എന്നും അവരെ പോയി നോക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമ്മളൊരു ഫാമിലി ആകും. അപ്പോൾ പോകുമ്പോഴൊക്കെ ഭയങ്കര സങ്കടത്തോടൊക്കെ പോയവരുണ്ട് കേട്ടോ. അസുഖം മാറിയിട്ടും അവര് അയ്യോ പോവാണ്, ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ട്. അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതിലൊക്കെ നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, ഇനി ബാക്ക് ടു ദൃശ്യം 3. ദൃശ്യം 3ലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ദൃശ്യം 3 ഞാൻ വലതുവശത്തെ കള്ളൻ കണ്ടിട്ടാണ് ജിത്തു സാറ് എന്നെ ദൃശ്യം 3ലേക്ക് വിളിക്കുന്നത്. എന്താ പറയുക, ദൃശ്യം എന്നൊക്കെ പറയുന്നൊരു ബിഗ് ഡ്രീം പ്രോജക്റ്റിൽ ഞാൻ ഭാഗമാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അത് വലതുവശത്തെ കള്ളൻ കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല. ദൃശ്യം 3 ഈസ് ഹാപ്പനിങ്, അത് അറിയായിരുന്നു. പക്ഷെ അതിൽ ഞാനൊരു പാർട്ടാകുമെന്ന് ഞാനും എൻ്റെ വീട്ടുകാരും ആരും വിചാരിച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ പാർട്ടാകാന്ന് പറയുന്നത് ദൃശ്യം 3 അല്ല, ദൃശ്യം എന്ന് പറയുന്ന ആ ഫ്രാഞ്ചൈസ് ഐക്കോണിക് മൂവി. അതിന്റെ പാട്ടാവാന്ന് പറയുന്ന വലിയ കാര്യം. അത് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഞാൻ പറ്റിക്കാന്ന് ആദ്യം വിചാരിച്ചു. എവിടെയോ പറയുന്ന കേട്ടോ, എനിക്കൊന്ന് പ്രാങ്ക് മെസ്സേജ് വന്നതാണ് അമ്മയോട്. അങ്ങനെ ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ള അത് ജസ്റ്റ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നു. അതായത് ദൃശ്യം 3 ശ്രേയ, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ദൃശ്യം 3 ശ്രേയ എന്ന് ബ്രാക്കറ്റിൽ എന്തോ ഇട്ടിട്ട് ഡേറ്റ്സ് ഇട്ടിട്ടൊരു ഒരു വാട്സപ്പ് മെസ്സേജ്. ഞാനിത് കണ്ടിട്ട് വിശ്വസിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു ആരോ പറ്റിക്കണതാണ് അമ്മ, ഇതാരോ ദൃശ്യം 3 എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കണതാണ് എന്നെ. ദൃശ്യം ജീത്തു ജോസഫ് എന്നുള്ള കണക്ഷൻ പോയിരുന്നു? ഇല്ല, എനിക്കതൊന്നും ആ സമയത്ത് ചിന്തിച്ചില്ല. ഞാൻ ഇങ്ങനെ പറയാ പ്രാങ്ക് തന്നെയാന്ന് ഞാൻ ഉറപ്പിച്ചു. ദൃശ്യം ആയതുകൊണ്ടാണ്, വേറൊരു പടാണ് ദൃശ്യം ആയതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ ചാറ്റും വിളിച്ചപ്പോഴാണ് ഒരുവിധം ഓക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഭയങ്കര ആ സാധനം ഉണ്ടല്ലോ, അറിയാലോ നമുക്കൊക്കെ ആ സാധനം. കാരണം ആസ് എ ബിഗിനർ അങ്ങനെ ഒരു മൂവിയിൽ പാട്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം ഉണ്ടാവും. അങ്ങനെ നമ്മൾ സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ, മീന, അൻസിബ, എസ്തർ, ജീത്തു ജോസഫ്, ഫുൾ ക്രൂ, എങ്ങനെയായിരുന്നു ആ ഒരു ലൊക്കേഷൻ എക്സ്പീരിയൻസ്? ലൊക്കേഷൻ ഞാനൊരു അവരിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പുതിയൊരാളാണല്ലോ അവരുടെ ഫാമിലിയിലേക്ക് ചെല്ലുന്നത്. അതെ, ഭയങ്കരമായിട്ട് എന്നെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അവരുടെ ഉള്ളിലേക്ക്. എനിക്ക് അങ്ങനെ ഒരു വിയേർഡ് ഫീലിങ്ങോ അയ്യോ ഞാൻ മാറി നിൽക്കാൻ അങ്ങനത്തെ ഒരു സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല സെറ്റിൽ.
ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു എല്ലാവരും. പിന്നെ ജിത്തു സാറിൻ്റെ ഫുൾ ടീമായിട്ട് വലതുവശത്തെ കള്ളലിൽ ചെയ്തുകൊണ്ട് അവരായിട്ട് കംഫർട്ടബിൾ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ ലാലേട്ടനായാലും മീന മാം ആയാലും എസ്തർ, അൻസിബ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുറച്ച് ഒരു സമയം കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ഭയങ്കര ഷോട്ട് ഉണ്ടല്ലോ ഫസ്റ്റ് വീട്ടിൽ വെച്ച്. അതെ അതെ. അപ്പൊ ആ ഒരു ഫസ്റ്റത്തെ ആ ഷോട്ട് ആദ്യമായിട്ടാണല്ലോ ലാലേട്ടൻ ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ ലാലേട്ടന് കുഞ്ഞിലെപ്പോഴും എനിക്കത് ഓർമ്മയില്ല കേട്ടോ. കുഞ്ഞിൽ ഏതോ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ എന്തോ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് ലാലേട്ടനെ. അല്ലാണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ അപ്പോൾ ഒരു എന്തായിരുന്നു ഒരു ഫീലിങ്സ്? ഫസ്റ്റ് ഷോട്ട് ശരിക്കും സിനിമയിലത്തെ ഫസ്റ്റ് ഷോട്ടല്ല എടുത്തത്. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് എൻ്റെ വീട്ടിലുള്ളൊരു ഷോട്ടാണ് ആദ്യം എടുത്തത്. അപ്പോൾ ലാലേട്ടൻ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ ചെന്നപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ കയറി വരുന്നു, എന്താ പറയുക, ഞാനിങ്ങനെ ഡ്രീമൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ഒരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കര കംഫർട്ടബിളായി. ആദ്യം പേടിയുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കര ആയിട്ട് കംഫർട്ടബിളായി. പിന്നെ തമാശകളൊക്കെ പറയാൻ തുടങ്ങി. പറഞ്ഞു അവരെ പോലെ തന്നെ ഒരു കൊച്ചുകുട്ടീനെ പോലെയാണ് ലാലേട്ടൻ സെറ്റില് ബിഹേവ് ചെയ്തത്. അവരെ കാണുമായിരിക്കും ചിലപ്പോ. അവരൊക്കെ സത്യം ലാലേട്ടന് ഭയങ്കര നൈസാട്ടോ. ഞാൻ ഇത്രയും എനിക്കറിയില്ലല്ലോ, എസ്തറിനൊക്കെ കുറെ നാളായിട്ട് അറിയാം. ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലായി ഭയങ്കര ചൈൽഡിഷ് ആണ്. നല്ല രസാ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. എസ്തറൊക്കെ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞ പോലെ എനിക്കും തോന്നി അന്ന് കണ്ടപ്പോൾ. ഇത്രയും വലിയൊരു ആക്ടർ, ഇത്രയും കുഞ്ഞു പിള്ളേരുടെ സ്വഭാവം, പക്ഷെ ഭയങ്കര നൈസാട്ടോ. കാരണം നമ്മളത് കൂടുതൽ ആ വൈബ് കണക്ട് ആവും നമുക്ക്. എസ്തറിന്റെ ഫോട്ടോ മറ്റേ മങ്കീനൊക്കെ കൂടെ അതെ ഇങ്ങനെയൊക്കെ ചെയ്യൂലാലേട്ടൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധേനോടും പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. ലാലേട്ടനെ എല്ലാ കാര്യത്തിനെ പറ്റിയൊക്കെ അറിയാം എന്നൊക്കെ അതൊക്കെ ചോദിക്കും. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെ കളിയാക്കും. അങ്ങനെ കുറെ പരിപാടി. ലാലേട്ടൻ എന്റർടൈൻമെന്റ് ആയിരുന്നു. ലാലേട്ടന്റെ ഇന്റർവ്യൂ നമ്മൾ റിപ്പോർട്ടർ ഫിലിംസിൽ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ അത് ഈ പിള്ളേരുടെ കൂടെ അഭിനയിക്കുന്ന ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. അതെ അതെ, ലാലേട്ടൻ നല്ല എന്റർടൈൻമെന്റ്. അതെനിക്കും ഫീൽ ചെയ്തിരുന്നു, നല്ല എന്റർടൈൻമെന്റ്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ അതെ, നമ്മളിങ്ങനെ ആക്കുമ്പോഴൊക്കെ ആള് ഭയങ്കര എൻജോയ് ഉണ്ട്. പക്ഷെ നമുക്കും അത് നല്ല രസാട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു സാധനം പോകും. ആ പേടി, ഇത്രയും വലിയ ആക്ടറിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത് ആ സാധനം ചിലപ്പോൾ അതിനുവേണ്ടി ആയിരിക്കും ലാലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യും. ആയിരിക്കും. പക്ഷെ എനിക്കൊന്ന് ബേസിക് ക്യാരക്ടർ എനിക്ക് തോന്നുന്നു. അതന്നെയാന്ന് തോന്നുന്നു, കളിയും ചിരിയും. ചേച്ചിക്ക് അവരുമായിട്ടുള്ള ഒരു മിംഗ്ലിംഗ് ഒക്കെ എങ്ങനെയാണ്? മിനിമം അങ്ങനെ ഭയങ്കരമായി സംസാരിക്കുന്ന ഒരു ടൈപ്പ് അല്ല, പക്ഷെ ഭയങ്കര സ്വീറ്റ് ആണ്. ഇപ്പൊ എന്റെ സൂപ്പർ ഡാൻസർ ഉണ്ടായിരുന്ന കലാമാസ്റ്ററിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ ഞാൻ അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു പോയി. നൈസാണ്, എല്ലാരും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, നല്ല സെറ്റ് ആയിരുന്നു. ആണല്ലേ. ഇപ്പൊ ദൃശ്യം 3 റിലീസ് ആയതിനു ശേഷം ഉള്ള ഒരു ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു, എന്താ പറയുക, ഞാൻ പ്രതീക്ഷിക്കാത്ത റെസ്പോൺസാണ് കിട്ടണത്. ഡെയിലി കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ആ ക്യാരക്ടർ ഇഷ്ടമായി, ശ്രേയ, ഇപ്പോൾ കുറേ പേര് ശ്രേയ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചു ആ റോള് അങ്ങ് പോകും, കണ്ടുപോകും അത്രേ വിചാരിച്ചു. വർഷയിൽ നിന്ന് മാറി ശ്രേയയിലേക്ക് ആളുകൾ അതെ മറന്ന് ശ്രേയയിലേക്ക് വരുന്നുണ്ടെന്നുള്ളൊരു. അതെ അതെ, ഉണ്ട്, ഭയങ്കര സന്തോഷം. പിന്നെ കണക്ട് ചെയ്ത ആൾക്കാർ കുറെ പേര് എന്നെ എവിടെ പോയി എന്ന് അറിയാൻ പാടില്ലാതിരുന്ന കുറെ പേരുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഈ കുട്ടി തിരിച്ചു വന്നല്ലോ, അങ്ങനെ കണ്ടിട്ടെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതെ, ഈ സെയിം തിങ് കുറെ പേർക്ക്. കാരണം നൊസ്റ്റു ഒക്കെ അടിച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാം കണക്ട് ചെയ്ത് ഇനി എവിടെയും പോവല്ലേ എന്നൊക്കെ പറയേണ്ട ആൾക്കാർ. നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത് കുട്ടിച്ചാത്തൻ, ഈ സെയിം തിങ് ആയിരുന്നു. ഭയങ്കര നല്ല റെസ്പോൺസ് കിട്ടും. ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ ഫിലിം ഫീൽഡിൽ നിന്നായാലും ആർക്കോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഹാപ്പി. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റെസ്പോൺസാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഷെയ്ൻ നിഗത്തിനെ കുറിച്ചൊക്കെ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ഷെയ്നായിട്ട് എന്നൊന്നും മെസ്സേജ് അയക്കില്ല. ഷെയ്ൻ്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഷെയ്നെ കണ്ടിരുന്നു. ആ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് ശ്രദ്ധ അമ്മയുടെ എന്നൊക്കെ അതല്ലേ ഇപ്പോഴും ഉണ്ടോ നല്ലൊരു? കാരണം നമ്മളൊക്കെ ഉള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞിലുള്ള ബോണ്ടല്ലേ. അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നു. നമ്മൾ ഒരുമിച്ച് വളർന്നവരാന്ന് തന്നെ പറയാം. അപ്പൊ അതിന്റെ ഒരു സാധനം നമ്മൾ എന്നും സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ കണ്ടാൽ അന്നത്തെ ഓർമ്മ. അതാ ഞാൻ പറഞ്ഞ, ഷെയ്നെ ഇപ്പോഴും അമ്മേനെയൊക്കെ നല്ല ഓർമ്മയാണ്. ഷെയ്ൻ ഇത്ര സ്റ്റാർ ആയിട്ട്, അത് ഷെയ്നെ സമ്മതിക്കണം. ഷെയ്ൻ ഇത്ര വലിയ സ്റ്റാർ ആയപ്പോ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് ഷെയ്ൻ്റെ കൂടെ നായികയായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കണം? അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. ഷെയ്ൻ സ്റ്റാർ ആയപ്പോ ഐ വാസ് വെരി പ്രൗഡ് ഓഫ് ഹിം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും ഒരു ലെവലിൽ എത്തി എന്ന് പറയുമ്പോഴേ ഭയങ്കര സന്തോഷം.
അഭിരാമി ചേച്ചിയുടെ അമ്മയായിട്ടും അഭിരാമി ചേച്ചിയായിട്ടൊക്കെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. നവനീതായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഇല്ല. പിന്നെ അഭയ്, വിജി തമ്പി, അഭയ് ഈ ഇടയ്ക്ക് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അഭയനോട് പറയണ്ടായിരുന്നു ഒരു മീറ്റ് പ്ലാൻ ചെയ്യണം, പക്ഷെ എല്ലാരും ഫ്രീ ആയിരിക്കണ്ടേ. എല്ലാവർക്കും അതെ, അവരെല്ലാം ഇപ്പോഴും ഈ ഒരു ഫീൽഡിലൊക്കെ തന്നെ ഉണ്ട്, ലൈം ലൈറ്റിലുണ്ട്. യെസ് യെസ്, എല്ലാം മിക്കവരും ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്, ലൈം ലൈറ്റിൽ തന്നെ ഉണ്ട്. കുട്ടിച്ചാത്തൻ ഗ്യാങ് മൊത്തം. ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ? ഞങ്ങൾക്ക് 2 പാർട്ട് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് പാർട്ടായിരുന്നു കുറച്ച് ഹിറ്റ്. ഫസ്റ്റ് പാർട്ട് വാസ് ലൈക്ക് ഞങ്ങൾക്ക് വെക്കേഷന് കുറച്ച് നാളും കുറച്ച് ക്ലാസ്സസ് കട്ട് ചെയ്യേണ്ടി വന്നുള്ളൂ. അത് 2 വർഷം എടുത്തിരുന്നു. അതിൽ 3 മാസം അത്ര ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട്. കാരണം ആ വെക്കേഷൻ അങ്ങനെ എന്തോ ആയിരുന്നില്ല, കുറച്ച് എപ്പിസോഡ്സ് കഴിഞ്ഞ് അവസാനിക്കുമായിരുന്നു. ആ വെക്കേഷൻ ടൈമിൽ എന്തോ ആയിരുന്നു, അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മയില്ല. അതേ ഓർമ്മയില്ല, പക്ഷെ നിങ്ങളെല്ലാം അങ്ങനെ എന്തോ ആയിരുന്നു, ത്രൂ ഔട്ട് ഓർമ്മയില്ല. നമുക്ക് സംഭവം കണ്ട സാധനങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഇനി നമുക്കൊരു റാപ്പിഡ് ഫയർ അല്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡാൻസ് ഓർ ആക്ടിങ് ഓർ ഡോക്ടർ? കോംപ്ലിക്കേറ്റഡ്. ദൈവമേ, പറഞ്ഞേ പറ്റൂ. ഇത് ഒന്നെങ്ങനെ ചൂസ് ചെയ്യാ? എന്താണെന്നും കൂടെ പറയണം, അത് പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങനെ പറയാൻ പറ്റില്ല. ഡാൻസ് ആൻഡ് ആക്ടിങ് വേണമെങ്കിൽ 2 ഇപ്പുറത്ത് 1 ഇപ്പുറത്ത് വയ്ക്കാം. എന്നാൽ ഞാൻ എളുപ്പത്തിൽ പറയാം, ഡോക്ടറാണ് ഞാൻ മാറ്റിയേക്കാം. ഡാൻസ് ആൻഡ് ആക്ടിങ്ങില് ഇപ്പൊ ഞാൻ പറയും വേണമെങ്കിൽ ആക്ടിങ് എന്ന് പറയും. കാരണം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം സീരിയസ് ആയിട്ട് എടുത്ത് തുടങ്ങി. യെസ്, അതിന്റെ ആഗ്രഹമാണ്. പക്ഷെ ഡാൻസ് ഇസ് ഓൾവേസ് സ്പെഷ്യൽ ടു മീ, ബിക്കോസ് ഡാൻസ് അത് ഭയങ്കര സ്പെഷ്യൽ ആണ് എനിക്ക്. എന്റെ സ്ട്രെസ് ബസ്റ്റർ ഒക്കെയാണ് ഡാൻസ്. അപ്പൊ അതിനൊരു ഓപ്ഷൻ ഇല്ലല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെപ്പോഴും ഉണ്ട്. ആക്ടിങ് ഓർ ഡോക്ടർ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ആക്ടിങ്. ഇനി രോഗികളെ പരിശോധിക്കാൻ ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചായിരിക്കും. അതെ, അതിനെ വെറുതെ ഇട്ട് കളയാൻ പറ്റില്ലല്ലോ. അതെ, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങളും കളഞ്ഞ് എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് ബാലൻസ് ചെയ്യും. വെറുതെ പഠിച്ചിറങ്ങാൻ പറ്റുന്ന. അതെ അതെ. അടുത്തത്, വലതുവശത്തെ കള്ളൻ ഓർ ദൃശ്യം 3? ഓ, എന്തെന്നാ വലതുവശത്തെ കള്ളൻ. അത് ആദ്യമായിട്ട് വന്ന ഒരു സിനിമ. ഞാൻ തന്നെ പറയും, എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് ദൃശ്യം. ഓഫ് കോഴ്സ് അത് വലതുവശത്തെ കള്ളനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ പാൻ വേൾഡ് തന്നെ പറയാം, വേൾഡ് അറിയുന്ന പടം. പക്ഷെ എന്നാലും വലതുവശത്തെ കള്ളനാകുമ്പോൾ നമുക്ക് ദൃശ്യത്തിലേക്കുള്ള വഴി തെളിച്ചത് വലതുവശത്തെ കള്ളനാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല. വലതുവശത്തെ കള്ളൻ. ഓക്കെ, ഇപ്പൊ ദൃശ്യം 3 അഭിനയിച്ചു, അതങ്ങ് മാറ്റി വെച്ചേക്ക്. ദൃശ്യം 1, 2, 3 ഇതിലേതാണ് ഫേവറേറ്റ്? 1, 2, 3യോ? 3 കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫേവറേറ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് 1 ഭയങ്കര ഇഷ്ടം. എനിക്ക് ആദ്യം കാണുന്ന സംഭവം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു പറഞ്ഞോളൂ. 1 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. പക്ഷെ 2 കണ്ടപ്പോൾ അതിനേക്കാളും നല്ലതെന്ന് തോന്നി. അതെ, എന്നാലും 1 ചൂസ് ചെയ്യാം. റീസൺ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് അത് ഓജിയാ. അതെ, അതുകൊണ്ടായിരിക്കാം, ആദ്യമായിട്ട് കണ്ടുകൊണ്ടായിരിക്കും. ഏറ്റവും ഫേവറേറ്റ് മോഹൻലാൽ ഫിലിം? കുറേ ഉണ്ട്. ഒരെണ്ണം. എനിക്ക് ലാലേട്ടന്റെ ഇഷ്ടമുള്ള പാട്ട് കിലുക്കത്തിലെ പാട്ടാ. കിലുക്കം പറയാം. കിലുക്കം ചിത്രം ഉണ്ട് കുറെ. അങ്ങനെ എന്നാ അടുത്തത്, ഫേവറേറ്റ് ജീതു ജോസഫ് ഫിലിം? സാറിന്റെ മെമ്മറീസ് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാ? മെമ്മറീസ് ഭയങ്കര ഒരു പടമല്ലേ. ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ണടയ്ക്കാതിരുന്ന് കണ്ടൊരു പടാ മെമ്മറീസ്. പിന്നെ മൈ ബോസ് കോമഡി ജോണറിൽ എനിക്ക് മൈ ബോസ് ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് പറഞ്ഞു വരുമ്പോ എല്ലാം പറയും. എല്ലാ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ദുൽഖർ, നിവിൻ, ഷെയ്ൻ, നസ്ലിൻ ആരുടെ കൂടെ അഭിനയിക്കണം? ഒരാളെ പറയാം, റീസണും പറയണം. ദുൽഖർ, നിവിൻ, ഷെയ്നിന് കൊണ്ടിടേണ്ട ആവശ്യമുണ്ടോ? അതിന് ഷെയ്ൻ ഇപ്പൊ മുൻനിര ചില നായികമാരൊക്കെ എന്നാലും ഇപ്പൊ അപ്കമിങ് ആയിട്ടുള്ള നായികമാരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ പറയാറില്ല സത്യം. ആരെങ്കിലും ഒരാളെ പറഞ്ഞോ? എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും ഷെയ്ൻ ആയിരിക്കും. കാരണം ഷെയ്ൻ എനിക്ക് പേഴ്സണലി അറിയാം. ഷെയ്ന്റെ നായികയായിട്ടാണ് പഴയ അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ ഷെയ്നെ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ഷെയ്നെ ചൂസ് ചെയ്യണം. ബാക്കിയുള്ളവരെ ഇഷ്ടമാണ്. പിന്നെ ദുൽഖറിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും, നിവിൻ പോളി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നസ്ലിൻ ഇപ്പൊ സൂപ്പർ സ്റ്റാർ അല്ലേ. അതെ, അപ്പം പിന്നെ നമ്മൾ പേഴ്സണൽ നമ്മുടെ ആളായതുകൊണ്ട് എന്റെ ഒരാളെന്നൊരു സാധനം ഉള്ളതുകൊണ്ട് ഷെയ്ൻ. ഓക്കെ, ലാസ്റ്റ് കണ്ടതില്, ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതില് സിനിമ, പെർഫോമൻസ് അല്ലെങ്കിൽ സീരീസ്, ഇത് ഏത്
ഒരു ഫേവറേറ്റ് എന്ന് പറയാൻ പാകത്തിന് ഏതെങ്കിലും പറഞ്ഞുണ്ടോ? ലാസ്റ്റ് കണ്ടത് ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടോ? പെർഫോമൻസ് വൈസ് അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പടം എനിക്ക് തോന്നുന്നു എനിക്ക് അവസാനം കണ്ട് ദൃഢമൊക്കെ കണ്ടിരുന്നു. ദൃഢമൊക്കെ നൈസ് പടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് തോന്നിയത് നമ്മുടെ നിവിൻ പോളിന്റെ ഡെലുല്ലു. സർവ്വമായ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ട്രൈ. ഇഷ്ടമാണ്, നല്ല രസമല്ലേ ക്യാരക്ടർ, ചടി ചടി അത് ഇഷ്ടമാണ്. അതെന്താന്ന് വെച്ചാൽ നമുക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു സമാധാനം ഫീൽ ചെയ്തു എനിക്ക് ആ സിനിമ, അല്ലേ? അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പടം. ഓക്കെ, കഴിഞ്ഞു. അത് കഴിഞ്ഞു, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി നമ്മൾ ഡാൻസിലേക്ക് നമുക്കൊന്ന്. ഓക്കെ, 3.5 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു സൂപ്പർ ഡാൻസർ, അങ്ങനെയുള്ള പരിപാടി, സൂപ്പർ ഡാൻസർ ജൂനിയർ. പിന്നെ കുറേ പരിപാടികൾ പലയിടത്തായിട്ട് ചെയ്തു. ഏറ്റവും ഒരു ഓഡിയൻസ് എന്നെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. ചെറുപ്പത്തിലായിക്കോട്ടെ, ഇപ്പോൾ ഈ റീസണിലൊക്കെ ചെയ്തതിൽ വെച്ചായിക്കോട്ടെ, അത്രയും മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഡാൻസ് എക്സ്പീരിയൻസ് ഏതായിരിക്കും? ഡാൻസ് എക്സ്പീരിയൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമാണ് അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ. പക്ഷെ പണ്ട് അങ്ങനെയല്ല. നേരിട്ടൊരു നേരിട്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം, ഗുരുവായൂർ ഞാനൊരു 1 മണിക്കൂറത്തെ ഡാൻസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസിക്കൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു അമ്മ എനിക്ക് ഓടി വന്നിട്ട്, കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ, പക്ഷേ ആ അമ്മ എന്നെ തന്നെ നോട്ടീസ് ചെയ്തിട്ട് ഓടി വന്നിട്ട് ഒരു കൃഷ്ണൻ്റെ ഒരു കുഞ്ഞ് വിഗ്രഹം പോലെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് തന്നു. അപ്പം അതെനിക്കിപ്പോഴും ഭയങ്കര കുഞ്ഞിലെയാണ് അത്, പക്ഷെ എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര എന്താ പറയുക, അത് ആലോചിക്കേണ്ടത് എന്തിന് അങ്ങനെ എനിക്കറിയില്ല. കുറേ കുട്ടികളുടെ കൂടെയാണ് ഞാൻ കളിച്ചത്, പക്ഷെ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ട്, അതിപ്പോഴും ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ സൂപ്പർ ഡാൻസർ ജൂനിയർ സമയത്ത് ഈ വലിയ സെലിബ്രിറ്റീസ് ആരെങ്കിലും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് സെലിബ്രിറ്റി ജഡ്ജസ് കുറെ പേര് വരുമായിരുന്നു. അവരൊക്കെ അതൊക്കെ എനിക്ക്, പക്ഷെ അതൊക്കെ അതിനേക്കാളും ഇതാണ് ഓർമ്മ നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കും. ആ സമയത്ത് കുറെ പേര് അങ്ങനെ ദുബായിൽ നിന്ന് പിന്നെ എല്ലാ സ്ഥലത്തുനിന്നും സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കും. അവരൊരു വീട്ടിലെ കുട്ടിയെ പോലെ അവർ മേടിച്ചയക്കുമായിരുന്നു. എനിക്ക് 1 വർഷത്തേക്കുള്ള സാധനങ്ങളും എല്ലാം മേടിച്ചയക്കുന്നവരായിരുന്നു അവരെല്ലാവരും. കുറേ വേണു അങ്കിള്, അങ്ങനെ കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. അവരൊറ്റ ഡാൻസ് പരിപാടി വെച്ച് എനിക്ക് കിട്ടിയവരാണ് അവരെല്ലാം, ഒരു ഫാമിലി പോലെയായി. പിന്നെ ചെറുപ്പത്തിലെ ആകുമ്പോൾ എല്ലാവർക്കും ഇപ്പോഴും ശ്രദ്ധേനൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു സാധനമല്ലോ, നമ്മൾ കണ്ട ആ കൊച്ച്. നിങ്ങൾ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാറുമായിരിക്കും തോന്നുന്നു. കുട്ടി എന്നുള്ള സാധനം, വർഷ കുട്ടി എന്നുള്ള പേരാണ് എനിക്ക് തന്നെ പ്രശ്നം. ആ ഒരു സാധനം ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോഴും ഞാനൊരു കുട്ടിയെ പോലെയാണ്. അത് മെസ്സേജസ് വരുന്നതും അങ്ങനെ. എപ്പോഴെങ്കിലും എന്താ പറയാ, കരിയറിനെങ്കിലും എപ്പോഴെങ്കിലും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, കരിയറിനല്ല, അവരുടെ മനസ്സിൽ കയറി കൂടിയത് അതൊരു ഭാഗ്യമാണ്. അതെ, മനസ്സിൽ കയറി കൂടിയത് അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ അവർ ഓർത്തിരിക്കുന്നത്. അത് കരിയറിനൊന്നും ബാധിക്കും തോന്നുന്നില്ല. ഇപ്പം ഡാൻസിലേക്ക് ക്ലാസിക്കൽ ഡാൻസ് ആണോ അതോ സിനിമാറ്റിക്, അങ്ങനത്തെ ടൈപ്പ് ആണോ, ഏതാ ഇഷ്ടം? ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ട്രെയിൻഡ് ആണ്. വിനയൻ സാറിൻ്റെ അടുത്ത് ഫുൾ ക്ലാസിക്കലാണ് ഞാൻ പഠിച്ചത്. പിന്നെ സജ്നാൻറ്റി എൻ്റെ കൊറിയോഗ്രാഫർ. സൂപ്പർ ഡാൻസിന് വേണ്ടിയാണ് ഞാൻ സിനിമാറ്റിക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. രണ്ടും ഇഷ്ടമാണ്, പക്ഷെ ക്ലാസിക്കലാണ് ബേസ്. അതെന്നാണ് എല്ലാം തുടങ്ങിയത്. ക്ലാസിക്കൽ ചിലർ പറയും ക്ലാസിക്കൽ ഡാൻസേഴ്സിന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ പറ്റും. കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ചെയ്യാനായിട്ട്. നല്ല രസമാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടെങ്കിലോ, ഡാൻസ് ഒരു സിനിമ ചെയ്തു, ഡാൻസ് പാർട്ടി. അപ്പം അതിനേക്കാൾ ഡാൻസ് വെച്ചിട്ട് ഒരു സിനിമയൊക്കെ ചെയ്യണം സന്തോഷം. ഞാൻ ഡാൻസർ അല്ലേ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിരിക്കും ചെയ്യാൻ. പിന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ചെയ്യാനായിട്ട്. കാരണം ഡാൻസിലൂടെ വന്ന എനിക്കൊരു ഡാൻസിന്റെ പ്രോജക്റ്റ് കിട്ടുമ്പോൾ ഷെയ്നും ഒരു ഡാൻസറാണല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഷെയ്നും ഡാൻസ് സിനിമ ആർക്കെങ്കിലും ഈ ഇന്റർവ്യൂ ഐഡിയ കിട്ടട്ടെന്നാണോ? അപ്പൊ എനിവേ നമ്മൾ പറഞ്ഞു എവിടേക്കും അങ്ങറ്റമെത്തി. ആഗ്രഹങ്ങളല്ലേ, എല്ലാം നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. നല്ലൊരു ആക്ടർ ആവട്ടെ. ഇനിയും കുറെ സിനിമകളിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ശ്രദ്ധേന സ്ക്രീനിൽ കാണാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ നല്ല ഡാൻസർ ആവട്ടെ, നല്ല ഡോക്ടർ ആവട്ടെ. അതെ, നല്ല രോഗികൾക്ക് നല്ലൊരു ഇഷ്ടമുള്ള ഒരു ഡോക്ടറായി മാറട്ടെ എന്ന്
എല്ലാ മേഖലയിലും നേരത്തെ ചെറുപ്പത്തിൽ എഴുതി വെച്ച ആ 3 സാധനങ്ങൾ ഇപ്പൊ ഏകദേശം അതിന്റെ ഒരു സ്റ്റേജ് ഒക്കെ എത്തി. ഇനി അത് സക്സസ് ആവട്ടെ 3. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സ്നേഹ.